ജാനകിയുടെയും അഭിയുടെയും വീട് കഥ മാറുന്നു കേട്ടോ. നമ്മുടെ അജയ്ക്ക് ഇപ്പോൾ പൂർവാധികം ധൈര്യം വെച്ചു. നമ്മുടെ അജയുടെ വീട്ടുകാർ, അജയുടെ അച്ഛൻ ഒരിക്കലും തന്നെ നിരഞ്ജനയുടെയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ അജയ് നമ്മുടെ നിരഞ്ജനയെ വിളിച്ചിറക്കി കൊണ്ടുവരാനും പോവുകയാട്ടോ. വിവാഹം നടത്തില്ല എന്ന് മനസ്സിലായി രണ്ട് വീട്ടുകാരും വാശിയിലാണെന്ന്. അപ്പം നിരഞ്ജനയെ വിളിച്ചിറക്കി താമസിക്കാനാണ് നമ്മുടെ അജയുടെ മാറി താമസിക്കാനായിട്ട് നമ്മുടെ അജയുടെ ആ ഒരു തീരുമാനം. അങ്ങനെ നമ്മുടെ നിരഞ്ജനയെ വിളിച്ച് നമ്മുടെ അജയ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിക്കാൻ വരും, അപ്പം നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നോളണം, എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നീ ഇറങ്ങി വന്നോളണം എന്ന് നമ്മുടെ അജയ് നമ്മുടെ നിരഞ്ജനയോട് പറയുന്ന ഒരു നിമിഷങ്ങൾ കേട്ടോ. അതിനുശേഷം നമ്മുടെ അപർണയും നമ്മുടെ അമലും തമ്മിൽ ചെസ്സ് കളിക്കുകയായിരിക്കും. നമ്മുടെ അപർണ അപ്പോൾ തോറ്റു പോകട്ടോ. അപ്പം നമ്മുടെ പിന്നാലെ തന്നെ നമ്മുടെ അപർണ ആ ഒരു കരിക്കുളക്കി ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ അമലിന് നേരെ കൈ ചൂണ്ടി, നീ എന്നെ തോപ്പിച്ചല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അമല്, നിനക്ക് നടി പ്രാന്താ, നീ തോറ്റതിൻ്റെ കാരണം നീ കണ്ടുപിടിക്കടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമലും അപർണയും തമ്മിലുള്ള ആ ഒരു വാക്പോര് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപർണയുടെ ആ ഒരു തോൽവി, ജീവിതത്തിൽ തോൽക്കുന്നത് പോലത്തെ ഒരു സങ്കടത്തിലായിപ്പോയി നമ്മുടെ അപർണ. അപ്പൊ ആ ഒരു വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുന്ന ആ ഒരു മുഖഭാവങ്ങൾ തന്നെയായിട്ട് നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപർണയുടെ തോൽവി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ലക്ഷണങ്ങൾ തന്നെയാണ്. കാരണം നിരഞ്ജന വരാൻ പോവുകയാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇനി കഥ വഴിമാറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാത്തിരുന്നതിനെ കാണാം. അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.